ഇതിനെതിരായ പോരാട്ടം ഇനിയും തുടരുമെന്ന കാര്യത്തിൽ സംശയമില്ല. നമ്മുടെ രാജ്യത്ത് ജനങ്ങൾക്കിടയിലും അതേപോലെ തന്നെ രാജ്യത്ത് നീതിപീഠങ്ങൾക്ക് മുന്നിലും ഈ പോരാട്ടം ഇനിയും തുടരും എന്നതിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ ഇതിനിടയിലൊരു പ്രധാനപ്പെട്ട കാര്യം പറയേണ്ടത് കോൺഗ്രസ് പാർട്ടിയുടെ ഇക്കാര്യത്തിലെ നിലപാടാണ്. ലോക്സഭയിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും വിപ്പ് നൽകിയിരുന്നു. കോൺഗ്രസും വിപ്പ് നൽകിയതായിട്ടാണ് നിങ്ങളൊക്കെ വാർത്ത നൽകിയതും ഞങ്ങൾ മനസ്സിലാക്കിയതും. പക്ഷേ വിപ്പ് ബാധകമല്ലാത്ത ഒരാൾ കോൺഗ്രസിൽ ഉണ്ട് എന്ന് ഇപ്പോൾ പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നത് ശ്രീമതി പ്രിയങ്ക ഗാന്ധിയാണ്. പ്രിയങ്ക ഗാന്ധിയുടെ അസാന്നിധ്യം ഇന്ത്യൻ പാർലമെൻറ്റിൽ എങ്ങനെയുണ്ടായി? ഇതുപോലെ വളരെ പ്രധാനപ്പെട്ടൊരു ബില്ല് ചർച്ചയ്ക്ക് വന്നപ്പോൾ എന്തുകൊണ്ടാണ് ശ്രീ രാഹുൽ ഗാന്ധി സംസാരിക്കാത്തത്? ഞാൻ അതിൽ ഊന്നുന്നില്ല. അതും വിമർശന വിധേയമായിട്ടുണ്ട്. ആ വിമർശനവും കോൺഗ്രസ് ഒഴിവാക്കേണ്ട വിമർശനമായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ പ്രിയങ്ക ഗാന്ധിയുടെ അസാന്നിധ്യത്തെ എങ്ങനെയാണ് യുക്തിസഹമായി കോൺഗ്രസ്സിന് അതിന് ന്യായീകരിക്കാൻ കഴിയുക? ഒരു ന്യായീകരണവുമില്ല. ഇപ്പോൾ കോൺഗ്രസിൻ്റെ ചീഫ് വിപ്പാണ് വിപ്പ് ലംഘിച്ച പ്രിയങ്ക ഗാന്ധിക്കെതിരെ എന്ത് നടപടിയാണ് കോൺഗ്രസ് എടുക്കുക? അപ്പോൾ കോൺഗ്രസിൻ്റെ ചീഫ് വിപ്പിനേക്കാൾ ഹൈക്കമാൻഡിനേക്കാൾ വലിയ ഹൈക്കമാൻഡ് ആരാണ് എന്ന് കോൺഗ്രസ് വ്യക്തമാക്കണം. കോൺഗ്രസിൻ്റെയും BJPയുടെയും രാഷ്ട്രീയമായ എന്ത് ബന്ധത്തിൻ്റെയും എന്ത് സൗഹാർദ്ദത്തിൻ്റെയും ഫലമായിട്ടാണ് ഇത്തരത്തിൽ പ്രിയങ്ക ഗാന്ധി വരാതിരുന്നത്? ആരെ പേടിച്ചിട്ടാണ്, ആർക്ക് വേദന തോന്നുമെന്ന് കരുതിയിട്ടാണ് വരാതിരുന്നത് എന്നതിനെ സംബന്ധിച്ച് പ്രിയങ്ക ഗാന്ധിയും കോൺഗ്രസും വ്യക്തമാക്കണം. കേരളത്തിലെ കോൺഗ്രസ് ഇക്കാര്യത്തിൽ ചരിത്രത്തിൽ ഒരിക്കലും അപർഹിക്കാത്ത വിധം ഒറ്റപ്പെട്ടിരിക്കുന്നു എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. പിന്നെ കേരളത്തിലെ പല MPമാർക്കും BJPക്കെതിരെ സംസാരിക്കാൻ ഭയമാണോ എന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട്. ഞാൻ ആരുടെയും പേരെടുത്ത് പറയുന്നില്ല. എന്തുതന്നെയായാലും ഇവിടെ BJPയുടെ ഭരണഘടനാ വിരുദ്ധമായ മുഖം അനാവരണം ചെയ്യപ്പെട്ടു എന്നതോടൊപ്പം തന്നെ പ്രിയങ്ക ഗാന്ധിയുടെ അസാന്നിധ്യം വലിയ തോതിൽ ചർച്ചയായിട്ടുണ്ട്. അതിന് യുക്തിസഹമായൊരു വിമർശനം ഇതുവരെ കോൺഗ്രസ് നൽകിയിട്ടില്ല. പ്രിയങ്ക ഗാന്ധിയും കോൺഗ്രസും അക്കാര്യത്തിൽ കാണിച്ചത് ഒരു ചരിത്രപരമായ വഞ്ചനയാണ്. അവർക്ക് എന്തിനാണ് വിട്ടുനിന്നത് എന്ന് യുക്തിസഹമായി ഒന്നും പറയാനില്ല. ഇങ്ങനൊരു അവസരത്തിൽ എല്ലാ യാത്രകളും ഒഴിവാക്കി. നിങ്ങൾ ആലോചിക്കേണ്ടത് ഞങ്ങളുടെ പാർട്ടി കോൺഗ്രസ്സാണ്. പാർട്ടി കേന്ദ്ര കമ്മിറ്റി അംഗം ഉൾപ്പെടെയുള്ള പാർട്ടി കോൺഗ്രസ്സിലെ പ്രധാനപ്പെട്ട മുഴുവൻ പേരും ഞങ്ങളെല്ലാവരും പാർട്ടി കോൺഗ്രസ് ഒഴിവാക്കി പോവുകയും ഈ വോട്ടെടുപ്പിൽ പങ്കെടുക്കുകയും ചെയ്തു. ചർച്ചയിൽ പങ്കെടുത്തു. അതൊരു പൊളിറ്റിക്കൽ കമ്മിറ്റ്മെൻറ്റിൻ്റെ ഭാഗമാണ്. നേരത്തെ കൂടി നിശ്ചയിച്ച യാത്രകൾ ഒഴിവാക്കി മടങ്ങി വന്ന MPമാരെ ഞങ്ങൾക്കറിയാം. BJPയുടെ മന്ത്രിമാർ അവരുടെ രാഷ്ട്രീയം പറയാൻ വേണ്ടി അങ്ങനെ മടങ്ങി വന്നവരെ ഞങ്ങൾക്കറിയാം. അപ്പോൾ എന്തുകൊണ്ടാണ് പ്രിയങ്ക ഗാന്ധി ഇത്തരത്തിൽ പെരുമാറിയത് എന്ന് ഈ നിമിഷം വരെ യുക്തിസഹമായൊരു വിശദീകരണം നൽകാൻ കോൺഗ്രസ് തയ്യാറായിട്ടില്ല. അത് അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ്. യുക്തിസഹമായ ഒരു മറുപടി കോൺഗ്രസിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അതാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത്.